അലർജിയുടെ ട്രീറ്റ്മെന്റ് ഫലപ്രദമാവണമെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അലർജിക്ക് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഇങ്ങനെ നീർക്കെട്ടുള്ളത് കൊണ്ടാണ് അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും തുമ്മല് മൂക്കൊലിപ്പൊക്കെ കൂടുന്നത്. അപ്പൊ നമ്മൾ കഴിയുന്നതും ഈ ഇൻഫ്ലമേഷൻ കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അതിൽ ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയങ്ങളിൽ തണുപ്പുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിയുന്നതും ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ കൂടുതൽ തണുപ്പുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ഈ ഇൻഫ്ലമേഷൻ കൂടുതലാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ മരുന്നൊക്കെ കഴിച്ചിട്ട് നമ്മളെ ഇൻഫ്ലമേഷൻ കുറയുമ്പോൾ നമുക്ക് ഗ്രാജുവലി ഈ തണുപ്പൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തണുപ്പുള്ള എല്ലാ പദാർത്ഥങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മൂക്കടപ്പിനും അതുപോലെ തലവേദനയൊക്കെ വരുമ്പോൾ വിക്സ്, അമൃതാഞ്ജൻ, ടൈഗർ ബാം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കേണ്ടതാണ്. നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് സൈനസിലേക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം മൂക്ക് ഒലിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതലായിട്ട് ഒലിച്ചു പോവാതെ ഇതെല്ലാം നേരെ നമ്മുടെ സൈനസിൽ പോയിട്ട് കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു. ഇതുവഴി അലർജിയുടെ പുറമെ നിങ്ങൾക്ക് ക്രോണിക് സൈനസൈറ്റിസ് വരാനും മൈഗ്രെയിൻ പോലും ഉണ്ടാവാൻ ഇതൊരു കാരണമാവുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അലർജിക്ക് പ്രോപ്പറായി ട്രീറ്റ്മെന്റ് എടുക്കുക. അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അലർജിയുമായി ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാക്സിമം ഷെയർ ചെയ്യൂ.